അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഫ്രാൻസ് ഫാനോൻ ആൻഡ് പോസ്റ്റ് കൊളോണിയലിസം ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫ്രാൻസ് ഫാനോൻ എന്ന് പറയുമ്പോൾ ഫ്രഞ്ച് വെസ്റ്റ് ഇന്ത്യൻ സൈക്രാട്ടിസ്റ്റ്, പൊളിറ്റിക്കൽ ഫിലോസഫറാണ്. ആൻഡ് he elaborated the psychological effect of post-colonialism in his book The Wretched of the Earth. അല്ലേ, അതായത് ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ്, പോസ്റ്റ് കൊളോണിയലിസം ഉണ്ടാക്കിയ സൈക്കോളജിക്കൽ എഫക്റ്റിനെ കുറിച്ചാണ് റെച്ചഡ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 1963 ബുക്കിൽ അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം എഴുതിയ ബുക്കാണ് ബ്ലാക്ക് സ്കിൻ വൈറ്റ് മാസ്ക് 1967. അതർ വർക്ക്സ് ഇൻക്ലൂഡ് കളക്ഷൻ ഓഫ് എസ്സേ എ ഡൈയിങ് കൊളോണിയലിസം ഇൻ 1959, ടുവേർഡ്സ് ദ ആഫ്രിക്കൻ റവല്യൂഷൻ, അല്ലേ, that was posthumously published in 1964. പിന്നെ in Black Skin and White Mask he draws a psychoanalysis to argue that identity of the native is destroyed by the colonial representation that is believed to be non-human and animalized. അദ്ദേഹത്തിൻ്റെ ബ്ലാക്ക് സ്കിൻ ആൻഡ് വൈറ്റ് മാസ്ക് എന്ന ടെക്സ്റ്റിൽ അദ്ദേഹം ഒരു സൈക്കോ അനാലിസിസ് ആണ് നടത്തുന്നത്. അദ്ദേഹം പറയുന്നത് നാറ്റീവിൻ്റെ ഐഡൻറ്റിറ്റി ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടതാണ്. കൊളോണിയൽ റെപ്രസെൻറ്റേഷൻ എന്ത് ചെയ്താണ്, ഡിസ്ട്രോയ് ചെയ്തു നാറ്റീവ്സിൻ്റെ ഐഡൻറ്റിറ്റി. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൊളോണിയൽ റെപ്രസെൻറ്റേഷൻ ദാറ്റ് ഈസ് ബിലീവ്ഡ് ടു ബി നോൺ ഹ്യൂമൺ ആൻഡ് ആനിമലൈസ്ഡ്. അവരെ എന്ത് ചെയ്യുകയാണ്, നോൺ ഹ്യൂമൺ ആൻഡ് ആനിമലൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അതായത് ശരിക്ക് നാറ്റീവ്സിൻ്റെ ഐഡൻറ്റിറ്റിയെ ഇല്ലാതാക്കിയതാരാണ്, കൊളോണിയൽ റെപ്രസെൻറ്റേഷൻ ആണെന്ന് അദ്ദേഹം പറയാണ്. Due to the repeated portrayal of the native as evil, pagan and primitive, the native starts to internalize this prejudiced and racialized view. അതായത് റിപ്പീറ്റഡ് ആയിക്കൊണ്ട് എന്ത് ചെയ്യാണ്, നാറ്റീവ്സിനെ പോർട്രേ ചെയ്തു എന്തായിട്ട്, ഒരു ഈവിളായിട്ട്. പാഗൺ ബിലീവേഴ്സ് എന്ന് പറയില്ല, ഐഡിയൽ ബിലീവ്സാണ്. അതായത് പ്രിമിറ്റീവ് അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള, അല്ലേ, അങ്ങനെയുള്ള ആൾക്കാരായിക്കൊണ്ട് അവരെന്ത് ചെയ്തു, പിക്ചറൈസ് ചെയ്തപ്പോൾ നാറ്റീവ്സ് എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രജുഡൈസ്ഡ് ആയിട്ടുള്ള റാഷ്യൽ വ്യൂവെ അവരെന്ത് ചെയ്തു, ഇൻറ്റേർണലൈസ് ചെയ്തു. നാറ്റീവ് ലൂസസ് ദ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി ആൻഡ് എ സെൻസ് ഓഫ് സെൽഫ് ബിക്കോസ് ദ നാറ്റീവ് ബിക്കം അറ്റ്യൂൺഡ് ടു ദ സീയിങ് ഹിം ഓർ ഹെർ സെൽഫ് ത്രൂ ദ ഐസ് ഓഫ് വൈറ്റ് മാൻ. അവർക്ക് സ്വന്തമായി അവരുടെ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു, അവരുടെ സെൽഫ് നഷ്ടപ്പെട്ടു. കാരണം അവരവരെ തന്നെ നോക്കിക്കണ്ടത് ആരുടെ കണ്ണിലൂടെയാണ്, വൈറ്റ് മാൻ്റെ കണ്ണിലൂടെയാണ്. നാറ്റീവ് ഈസ് റിഗാർഡഡ് ആസ് ലോ ലെവൽ ദാറ്റ് he or she begins to see oneself more of an animal than of a human being. അതായത് അവരെ എന്തായിട്ട് കണ്ടിരുന്നോ, അതായത് ഡിഗ്രൈഡ് ചെയ്തു, ഒരു ലോ ലെവലിലേക്ക്. അവരെ മനുഷ്യനായി കണ്ടില്ല, വെറും ഒരു ആനിമലായി കണ്ടു. The native begins to acknowledge the value of culture of the white man and despise the white man for the term man. അതായത് നാറ്റീവ്സും എന്ത് ചെയ്തു, അക്നോളജ് ചെയ്യുകയാണ്. എന്താ പറഞ്ഞത്, വാല്യൂ ഓഫ് കൾച്ചർ ഓഫ് ദ വൈറ്റ് മാൻ. അവർ എന്തിനെ അംഗീകരിച്ചു, അക്നോളജ് ആൻഡ് വാല്യൂ ദ കൾച്ചർ ഓഫ് ദ വൈറ്റ് മാൻ. വൈറ്റ് മാൻ്റെ കൾച്ചറിനെ എന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്യുകയും അക്നോളജ് ചെയ്യുകയും അതിൻ്റെ കൾച്ചറിനെ, അവരുടെ കൾച്ചറിൻ്റെ അതാണ് ഏറ്റവും നല്ല വാല്യൂ ഉള്ള കൾച്ചർ എന്ന് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടോ ഡിസ്പ്ലേസ് ദ വൈറ്റ് മാൻ ഫോർ ദ ടേം മാൻ. എന്നുവെച്ചാൽ വൈറ്റ് മാനെ എന്തായി കൺസിഡർ ചെയ്തു, ആസ് എ മാൻ. The native is seen as a primitive other, negative of the white culture and value. നാറ്റീവ്സിന് എന്തായി കൺസിഡർ ചെയ്തു, പ്രിമിറ്റീവ് അതർ എന്ന് വിളിച്ചു, അല്ലേ, അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള അതർ. പിന്നെയോ നെഗറ്റീവ് ഓഫ് ദ വൈറ്റ് കൾച്ചർ ആൻഡ് വാല്യൂസ്. ശരിക്കും വൈറ്റ് കൾച്ചറിൻ്റെ ഒരു നെഗറ്റീവ്സ് ആണ് ഇവർ. യൂറോപ്യൻ സെൻസ് ഓഫ് സെൽഫ് ഡെവലപ്സ് ഫ്രം ഇറ്റ്സ് റിലേഷൻ വിത്ത് ദ അതർ. അവരുടെ സെൽഫ് ഡെവലപ്പ് ചെയ്തത് ആരുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ്, അതായത് നാറ്റീവുമായി കൊണ്ട്, സ്വന്തമായി നാറ്റീവ്സിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് അവരവരുടെ സ്വന്തത്തെ ഉണ്ടാക്കിയത്. ദിസ് ബൈനറി ഈസ് ക്രിയേറ്റഡ് ഓൺലി വിത്തിൻ ദ പെർവ്യൂ ഓഫ് ദ പോസ്റ്റ് കൊളോണിയൽ ഡിസ്കോഴ്സ്. ഇങ്ങനെ ഒരു ബൈനറി ഓപ്പോസിഷൻ പോസ്റ്റ് കൊളോണിയൽ ഡിസ്കോഴ്സിലാണ് നമ്മൾ കാണുന്നത്. ദ നാറ്റീവ് കൺഫ്രണ്ട്സ് ദിസ് നെഗറ്റീവ് റെപ്രസെൻറ്റേഷൻ ആൻഡ് പോസ്റ്റൻ സൈക്കോളജിക്കലി ബൈ ബീയിങ് ആസ് വൈറ്റ് ആസ് പോസിബിൾ. അല്ലേ, നാറ്റീവ്സ് എന്ത് ചെയ്തു, ദ കൺഫ്രണ്ട് ദിസ് നെഗറ്റീവ് റെപ്രസെൻറ്റേഷൻ, അല്ലേ, ആൻഡ് പോസ്റ്റൻ ഓഫ് സൈക്കോളജിക്കലി ബൈ ബീയിങ് ആസ് വൈറ്റ് ആസ് പോസിബിൾ. എന്നിട്ട് എന്ത് ചെയ്യാണ്, നാറ്റീവ് ഫോളോസ് ദ വെസ്റ്റേൺ വാല്യൂ, റിലീജിയൻ, ലാംഗ്വേജ് ആൻഡ് നാറ്റീവ് ട്രഡീഷൻ. അവരതാണ് വൈറ്റിൻ്റെതാണ് പോസിബിളായിട്ടുള്ള ഒരു എന്താ പറയുക പോസിബിളായിട്ടുള്ള ഒരു കൾച്ചർ എന്ന് കാണുകയും അവരുടെ വാല്യൂസിനെയും റിലീജിയനെയും ലാംഗ്വേജിനെയും കൾച്ചറൽ പ്രാക്ടീസിനെയും ഫോളോ ചെയ്യുകയും അവരുടെ തന്നെ ഇൻജീനിയസ് ആയിട്ടുള്ള നാറ്റീവ് ട്രഡീഷൻ എന്ത് ചെയ്യുകയും ചെയ്തു, ഡിസോൺ ചെയ്തു, അല്ലേ. ദിസ് വേ ഹി പുട്ട്സ് ഓൺ വൈറ്റ് മാസ്ക്. എന്നിട്ട് അവരെന്ത് ധരിച്ചു, ഒരു വൈറ്റ് മാസ്ക്. However, this white mask over the black skin does not resolve the issue, result in a schizophrenic condition due to the
കോൺഫ്ലിക്റ്റിംഗ് ഡ്യുവൽ ഐഡൻറ്റിറ്റി. അതായത് അവർ സ്വന്തമായിട്ട് അവരുടെ ബ്ലാക്ക് സ്കിന്നിലേക്ക് ഒരു വൈറ്റ് മാസ്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ പ്രോബ്ലം തീർന്നോ? ഇല്ല. അവരിലൊരു ഫിയർ വരികയാണ്, ഷിസോഫ്രനിയ അല്ലേ, ഒരു കണ്ടീഷൻ ഡ്യൂ ടു ദ കോൺഫ്ലിക്റ്റിംഗ് ഡ്യുവൽ ഐഡൻറ്റിറ്റി. അവർക്ക് എന്ത് വരികയാണ്? ഷിസോഫ്രനിയ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കലായിട്ട് എന്താ പറയുക, ഒരു ഫിയർ, ഒരു പേടി അവരുടെ ഉള്ളിലേക്ക് വരികയാണ്. അതായത് ഈ ഒരു കോൺഫ്ലിക്റ്റിംഗ് ഐഡൻറ്റിറ്റിയിലൂടെയാണ് അവരിൽ എന്ത് വരുന്നത്, ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വരുന്നത്. This shortcoming or inadequate and inferior status that develop in the native psyche leads to the violence that is directed against his own people. അവരുടെ ഈ ഒരു ഇൻഫീരിയറായ സ്റ്റാറ്റസ് നാറ്റീവ്സിൻ്റെ ഇടയിൽ തന്നെ എന്തുണ്ടാക്കുകയാണ്? വയലൻസ് ഉണ്ടാക്കുകയാണ്. ആ വയലൻസ് അവരുടെ തന്നെ ജനങ്ങൾക്കെതിരെയായിരുന്നു, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരുന്നില്ല. വിച്ച് ഈസ് ദ കോമ്പൻസേഷൻ ഫോർ ദ ഇന്നബിലിറ്റി ടു ബിക്കം വൈറ്റ് ഇൻ ട്രൂ സെൻസ് ഓഫ് ടേം ഓർ ബാനിഷ് ദ വൈറ്റ്സ് ഫ്രം ദ ടെറിറ്ററി. അവർക്ക് വൈറ്റ്സിനെ ആ ടെറിറ്ററിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തതും അവർക്ക് വൈറ്റ് ആകാൻ പറ്റാത്തതിൻ്റെയും ഫ്രസ്ട്രേഷൻ അവർ ആരോട് തന്നെ തീർത്തു? അവരുടെ നാറ്റീവ് പീപ്പിളിനോട് തന്നെ തീർത്തു. നാറ്റീവ് പീപ്പിളിനെ എന്ത് ചെയ്യാൻ തുടങ്ങി? വയലൻസ് ഉണ്ടാക്കാൻ തുടങ്ങി. ദ ക്ലാഷസ് among the clans and tribes are the outcome of such violence propelled by the colonial system. അതായത് ട്രൈബുകൾക്കിടയിലും ക്ലാൻസുകൾക്കിടയിലൊക്കെ എന്ത് ചെയ്തു? പരസ്പരം അവരെന്ത് ചെയ്യാൻ തുടങ്ങി? തമ്മിലടിക്കാൻ തുടങ്ങി അല്ലേ. ആൻഡ് wretched fight against each other obsessed by an incapacity to reject the colonial master. അതായത് അവരുടെ wretched എന്ന് പറയുമ്പോൾ ആ പൂർ ആയിട്ടുള്ള അവരുടെ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമാണ്? അവരുടെ ഇൻകപ്പാസിറ്റി ടു റിജക്ട് ദ കൊളോണിയൽ മാസ്റ്റേഴ്സ്. അതായത് നമുക്കറിയില്ല, നമുക്ക് ഒരാളോടുള്ള ദേഷ്യം തീർക്കാൻ പറ്റാത്തത് വേറൊരാളോട് തീർക്കുക. കൊളോണിയൽ മാസ്റ്റേഴ്സിൻ്റെയോട് അവർക്ക് തീർക്കാൻ പറ്റാത്തത് അവരാരോട് തീർത്തു? തൻ്റെ നാറ്റീവ് കമ്പാനിയൻസിനോട് തീർത്തു. അങ്ങനെ in The Wretched of the Earth, which is Marxist analysis of the social hierarchy in the colonial and post-colonial society, Fanon put forth the notion of national literature and national culture that would propagate national consciousness. അതിൽ അദ്ദേഹം പറയുന്നത് ഒരു സോഷ്യൽ ഹൈറാർക്കിയാണ് അല്ലെ കൊളോണിയൽ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ സൊസൈറ്റിയിൽ. അദ്ദേഹം പറയുന്ന ഒരു നാഷണൽ ലിറ്ററേച്ചർ വേണം, നാഷണൽ കൾച്ചർ വേണം, അതിലൂടെ നമുക്കൊരു നാഷണൽ കോൺഷ്യസ്നെസ് വേണം. He mentioned that the black people can rewrite their history to overcome the false representation and overthrow the colonialism. അദ്ദേഹം പറയുന്നത് നമുക്ക് ഈ ഹിസ്റ്ററി മാറ്റി എഴുതണം അല്ലെ, ബ്ലാക്ക് പീപ്പിളിൻ്റെ ഹിസ്റ്ററി മാറ്റി എഴുതണം. ഫോൾസ് റെപ്രസെൻറ്റേഷനെ കുറിച്ച് ജനങ്ങളിൽ എത്തിക്കണം, ഓവർകം ചെയ്യണം ഇതിനെ, അതിലൂടെ ഓവർത്രോ ചെയ്യണം കൊളോണിയലിസം. എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു റിട്ടേൺ ടു ആഫ്രിക്കൻ മിത്സ് ആൻഡ് കൾച്ചറൽ പ്രാക്ടീസ് ടു റീക്ലെയിം ആൻഡ് റീ എംഫസൈസ് ദ ബ്ലാക്ക് ഐഡൻറ്റിറ്റി. ബ്ലാക്ക് ഐഡൻറ്റിറ്റിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി, റീക്ലെയിം ചെയ്യാൻ വേണ്ടി ആഫ്രിക്കൻ മിത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. Fanon argues that anti-colonial nationalism would bring varying tribes and groups within the colony together to express their solidarity. അല്ലേ, അതായത് അദ്ദേഹം പറയുന്നത് ഒരു ആൻറ്റി കൊളോണിയൽ നാഷണലിസം നമ്മൾ കൊണ്ടുവരികയും ട്രൈബ്സുകൾക്കിടയിൽ കൊണ്ടുവന്നുകൊണ്ട് അവിടെ നമ്മളൊരു സോളിഡാരിറ്റി ഉണ്ടാക്കണമെന്ന് അദ്ദേഹം പറയാണ്. ദിസ് മൂവ് ഈസ് ബോത്ത് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് പ്രിവെൻറ്റ് ആൻഡ് ഡിഫീറ്റ് ദ കൾച്ചറൽ സൈക്കോളജിക്കൽ ഡാമേജ് ഓഫ് ദ കൊളോണിയലിസം. ഇതൊരു സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണ്, കാരണം ഇത് പ്രിവെൻറ്റ് ചെയ്യാണ് ആൻഡ് ഡിഫീറ്റ് ചെയ്യാണ് കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ഡാമേജ് ഓഫ് ദ കൊളോണിയലിസം ഉണ്ടാക്കുന്ന കൾച്ചർ ആൻഡ് സൈക്കോളജിക്കൽ ഡാമേജിനെ ഡിഫീറ്റ് ചെയ്യുകയും പ്രിവെൻറ്റ് ചെയ്യുകയുമാണ് ഇതിലൂടെ ചെയ്യുന്നത്. അതായത് ജനങ്ങൾക്കിടയിൽ എന്തുണ്ടാക്കുക? ഒരു ഐക്യം ഉണ്ടാക്കുക. മോറോവർ നാഷണൽ ലിറ്ററേച്ചർ ആൻഡ് നാഷണൽ കൾച്ചർ വിച്ച് ഈസ് ദ ഔട്ട്കം ഓഫ് ദ റെസിസ്റ്റൻസ് ടു ദ കൊളോണിയലിസം പ്രൊമോട്ട്സ് ദ റൈസ് ഓഫ് നാഷണൽ കോൺഷ്യസ്നെസ് ഇൻ ദ കോളനി. അതായത് അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് പ്രകാരം ഒരു നാഷണൽ കൾച്ചർ വരുന്നതിലൂടെ, നാഷണൽ ലിറ്ററേച്ചർ വരുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു നാഷണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ഒരു നാഷണൽ കോൺഷ്യസ്നെസ് ഉണ്ടാകുമെന്നും പറയുന്നു. ഓക്കെ.